ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി 18-ാം തീയതിയാണ്. 2026 ജനുവരി 18-ാം തീയതിയാണ്. ഇന്ന് 3 പത്രസമ്മേളനങ്ങൾ കേരളത്തിൽ നടന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ ഒരു വലിയ അളവ് വരെ സ്വാധീനിക്കാൻ കഴിയുന്ന 3 പത്രസമ്മേളനങ്ങളാണ് ഇന്ന് നടന്നത്. അതിലൊന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പത്രസമ്മേളനം, 2 ശ്രീ ജി സുകുമാരൻ നായർ നടത്തിയ പത്രസമ്മേളനം, 3 ശ്രീ വി ഡി സതീശൻ പത്രക്കാർക്ക് നൽകിയ ഒരു ചെറിയ അഭിമുഖം. സാന്ദർഭികമായിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചതാണ്. ഇവിടെ ഈ 3 പത്രസമ്മേളനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ കേരള രാഷ്ട്രീയം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് ദിശയിലേക്ക് നീങ്ങാനാണ് സാധ്യത ഉള്ളത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം അദ്ദേഹം തുടങ്ങി വെച്ചു NSS SNDP ഐക്യവും തുടർന്നുണ്ടാകുമായിരുന്ന ഹൈന്ദവ ഐക്യവും ഹിന്ദു ഏകീകരണവും തകർത്ത് കളഞ്ഞത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് പിന്നാക്ക ദലിത് ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടതെന്നും സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സവർണ സമുദായങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് സംശയത്തിന് അല്പം പോലും ഇട കൊടുക്കാതെയാണ് അദ്ദേഹം അക്കാര്യങ്ങൾ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഫോക്കസ് ചെയ്തൊരു കാര്യം, അധികാരം കിട്ടിയപ്പോൾ 2011 അധികാരം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗ് പിന്നാക്ക സമുദായക്കാർ കൊടുത്ത ഈ വാഗ്ദാനമെല്ലാം മറക്കുകയും അവരുടെ സമുദായത്തിൻ്റെ അവരുടെ മതത്തിലെ പെട്ട ആളുകൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം ഉദാഹരണമായി കാണിച്ചത് സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ചെയ്ത ഒരു വിവേചനമാണ്. അപ്പോൾ ഇപ്പോഴേ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഭിന്നത അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് നായർ ഈഴവ ഐക്യത്തിന് തടസ്സമായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീറാമുട്ടി സംവരണമായിരുന്നു. സംവരണം ഇന്ത്യൻ പാർലമെൻറ്റ് സാമ്പത്തിക സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനല്ല എന്നെടുത്ത് പറയട്ടെ, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത എല്ലാ സമുദായങ്ങൾക്കുമായിട്ട് 10% സംവരണം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകാൻ നിശ്ചയിച്ചു. അതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായി. സുപ്രീം കോടതി ആ കേസ് കേട്ടിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തീരുമാനം ശരിവെക്കുകയും ചെയ്തു. അങ്ങനെ എക്കണോമിക്കലി വീക്കർ സെക്ഷന്, അങ്ങനെയാണ് അതിനെ പറയുന്നത്, EWS. അപ്പം സാമ്പത്തികമായി ദുർബലത അനുഭവിക്കുന്ന ബലഹീനരായ എല്ലാ ആളുകളെയും, അതായത് സംവരണത്തിന് ആനുകൂല്യങ്ങൾ കിട്ടാത്ത സമുദായത്തിലെ എല്ലാ ആളുകളെയും സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതിനെതിരെ SNDP ഒരു ഫൈറ്റിന് പോകുന്നതിനകത്ത് അർത്ഥമില്ല. തന്നെയല്ല, ഹിന്ദു ഐക്യം കാലത്തിൻ്റെ ആവശ്യമാണ്. പണ്ട് മന്നവും അതുപോലെ തന്നെ R ശങ്കറും തമ്മിൽ ഐക്യമുണ്ടായിരുന്നു, ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു നായരീഴവ ഐക്യത്തിനും തുടർന്ന് ഒരു ഹിന്ദു ഐക്യത്തിനും അതിനെ തുടർന്ന് നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, സംവരണത്തിൻ്റെ പേരിലുള്ള ഭിന്നതയായിരുന്നു SNDPയും NSSും തമ്മിൽ ഉണ്ടായിരുന്നത്. SNDP കടുത്ത നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. ഒരു കാരണവശാലും സാമ്പത്തിക സംവരണം നൽകാൻ പാടില്ല, സംവരണം സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം, ജാതി വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സംവരണം എന്നുള്ളതായിരുന്നു SNDPയുടെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ കാലം മാറിയപ്പോൾ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുകയും സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തപ്പോൾ SNDP യോഗം ആ നിലപാടുമായിട്ട് യോജിക്കുകയും സാമ്പത്തിക സംവരണം കിട്ടി അത് യാഥാർത്ഥ്യമായി. ഇനിയും ഒരു ഐക്യമാണ് ആവശ്യം എന്ന് വെള്ളാപ്പള്ളി നടേശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഈ സംവരണം ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത്, അത് സമൂഹം മറന്നുപോയ ഒരു വിഷയമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ സാമ്പത്തിക സംവരണം അശാസ്ത്രീയമാണെന്നും പഴയ സാമുദായിക സംവരണം തന്നെ കൊണ്ടുവരണമെന്നും പറയുന്ന 2 പേര് LDFിലെ ഒരു ഘടകകക്ഷിയിലുണ്ട്. അതിൻ്റെ പേര് CPI എന്നാണ്. ആ നേതാക്കന്മാരുടെ പേര് VS സുനിൽകുമാർ എന്നും ബിനോയ് വിശ്വം എന്നുമാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്ന CPIയുടെ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം
വളരെ തിടുക്കപ്പെട്ട് വി.എസ്. സുനിൽകുമാർ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സംവരണം നിർത്തലാക്കണം. പഴയ ജാതി സംവരണം മാത്രം മതി, സാമ്പത്തികമായ ഒരു ആനുകൂല്യവും അത്തരം ജാതിക്കിട്ട ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വി.എസ്. സുനിൽകുമാർ കൊണ്ടുവന്ന ആ പ്രമേയം. അതിനെ സർവാത്മന ബിനോയ് വിശ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പോഴേ ഞാനിത് പറഞ്ഞ് സാന്ദർഭികമായിട്ട് പറയുന്നതാണ്, കടുത്ത വർഗീയവാദികളായ ഈ രണ്ട് പേര് നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലീഗ് എങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ബാധ്യതയായി മാറി എന്ന് അദ്ദേഹം പറയുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചതിച്ചു എന്ന് പറയുന്നത് പോലെ ഈ നേതാക്കന്മാർ സംശയിക്കേണ്ട, നാളെ CPIയെയും ചതിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CPI നേതാക്കന്മാർ ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 5% വോട്ടാണ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. 9% ലീഗ് നേടിയ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് വെറും 5% വോട്ട് നേടാൻ കഴിഞ്ഞത്. സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു ഐക്യം യാഥാർത്ഥ്യമാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ജാതി വ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന CPIക്കാരെ കുറിച്ചും അവരുടെ സ്ഥാനാർത്ഥികളെയും ഈ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ മറക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ നാളത്തെ നിലനിൽപ്പിന് അനിവാര്യമായി വേണ്ടി വരുന്നത് എന്ന് മാത്രമേ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുള്ളൂ. കാരണം ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച ഒരു നിയമത്തെ, പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഒരു നിയമത്തെ ക്രൂരമായി എതിർക്കുന്നൊരു പാർട്ടിയായി CPI തോന്നിയത് കൊണ്ട് മാത്രം സാന്ദർഭികമായിട്ട് ഞാനിത് പറഞ്ഞതാണ്. എന്തായാലും ശരി, ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ പത്രസമ്മേളനത്തിനിടയ്ക്ക് ഏതോ പത്രപ്രതി ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചു, ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം മതിയോ, എന്തുകൊണ്ട് മുസ്ലിമിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല? അർത്ഥഗർഭമായ ഒരു മറുപടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് LDFന് കിട്ടില്ല എന്നത് ഏതാണ്ട് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറയുന്നതിന്, നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു നേതാവ് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനെ അദ്ദേഹം വിശേഷിപ്പിച്ച തന്നെ ഇന്നലെ പൂത്ത തകര എന്ന പേരിലാണ്. വി.ഡി. സതീശനെ എത്ര രൂക്ഷമായി വിമർശിച്ചോ അതേ അത്രമാത്രം ശക്തമായി തന്നെ അദ്ദേഹം രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും പ്രകീർത്തിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചു വരികയും ഭൂരിപക്ഷങ്ങൾക്ക് നിലനിൽക്കാനുള്ള അവകാശങ്ങൾ ഏതാണ്ട് നിഷേധിക്കപ്പെടുന്ന വക്കിലെത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് മുമ്പ് A.K. ആന്റണി പറഞ്ഞ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഹിന്ദുക്കളുടെ വക്താവായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറിയെന്ന് മാത്രമല്ല, അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് A.K. ആന്റണിയുടെ പഴയ പ്രസ്താവനയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് താൻ. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ചുരുക്കം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം. വളരെ വ്യക്തമാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും CPMനൊപ്പമാണ്. CPMനൊപ്പം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, LDFനൊപ്പം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. കാരണം CPIയുമായിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസം ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ട്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വവും അദ്ദേഹവും തമ്മിൽ നടത്തിയ ഒരു വാക്പോര് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. CPMനൊപ്പം തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ നിലയുറപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇക്കാര്യത്തിൽ അദ്ദേഹം CPMനൊപ്പമാണ്. പിന്നെ വന്നത് ശ്രീ സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരും ഇന്ന് വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനമാണ്. അദ്ദേഹം പറഞ്ഞത് നായർ ഈഴവ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അത് അനിവാര്യമാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ പിണറായി വിജയൻ്റെ കാറിൽ കയറിയതിനെ വിമർശിച്ചുകൊണ്ട് വി.ഡി. സതീശൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. വലിയ ധനാഢ്യന്മാരുടെ കുടുംബത്തിൽ ജനിച്ച വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കാറ് കണ്ട്, അതും വളരെ ലക്ഷറി കാറുകൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ കാറിൽ കയറാനൊരു ശ്രമം നടത്തിപ്പോയതല്ല. അത്തരത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചത് തീരെ ശരിയല്ല എന്ന ഒരു നിലപാടാണ് ശ്രീ സുകുമാരൻ നായർ സ്വീകരിച്ചത്. ഒപ്പം സുകുമാരൻ നായരുടെ നിലപാടിൽ ചില പ്രത്യേകതകൾ നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം നായർ ഈഴവ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നു. ഒപ്പം ഏതോ പത്രപ്രതി ചോദിക്കുന്നു ഹിന്ദു ഐക്യമെന്നോ. ഹിന്ദു ഐക്യത്തിന് സുകുമാരൻ നായർ പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. ഹിന്ദു ഐക്യമല്ല അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്ത്, മറിച്ച് നായർ ഈഴവ ഐക്യം മാത്രമാണ്. അതൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നു. നായർ ഈഴവ ഐക്യം മാത്രമാണോ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന
എനിക്ക് സംശയമുണ്ട്. സുകുമാരൻ നായർ എന്തായാലും അത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചായിട്ട് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു താരതമ്യം നായരീഴ ഐക്യത്തിനോട് രണ്ടുപേരും യോജിക്കുന്നുണ്ട്. ഒപ്പം വി.ഡി. സതീശനെ എതിർക്കുന്ന കാര്യത്തിലും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് വി.ഡി. സതീശൻ പെരിന്നയിലെ NSS ഹെഡ് ഓഫീസിൻ്റെ ചെന്നിട്ട് 1.5 മണിക്കൂർ കാത്തിരുന്ന് സുകുമാരൻ നായരുമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തെ NSS താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയെ വിളിപ്പിച്ച് പിന്തുണ ഉറപ്പാക്കിയതിനെക്കുറിച്ചൊക്കെ ശ്രീ സുകുമാരൻ നായർ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു പോയി ജയിച്ചു വന്ന സതീശന് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങുന്നത് ശരിയല്ല എന്ന് പറയുകയും അതേസമയം അരമനകളുടെ തിണ്ണ നിരങ്ങുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ് എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യ ബോധത്തോട് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല. ഒരേ സമയം സമുദായ നേതാക്കന്മാരുടെ തിണ്ണയ്ക്ക് മാത്രം പതിത്വം കൽപ്പിക്കുകയും അരമനകളുടെ തിണ്ണകളൊക്കെ വളരെ മനോഹരമാണെന്ന് കരുതുകയും സതീശൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ മനസ്സിലാക്കണം. ദയവായി നിങ്ങൾ അരമനകളുടെ തിണ്ണയും സമുദായ നേതാക്കന്മാരുടെ തിണ്ണയും നിരങ്ങാതിരിക്കുക. നിരങ്ങിയാൽ ഇത്ര തിക്തഫലം നിങ്ങളെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് സതീശന് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത്. അതേസമയം മതമേലധ്യക്ഷന്മാരെയോ സമുദായ നേതാക്കന്മാരെയോ കാണുന്നില്ല എന്ന് ഒരു തീരുമാനമെടുക്കുകയും എല്ലാവരോടും സമദൂരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരൊരു കടുത്ത വിമർശനം, മറുപടി പറയാൻ കഴിയാത്ത വിമർശനം വി.ഡി. സതീശൻ്റെ നേരെ ഉയർന്നു വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം സുകുമാരൻ നായർ പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമല വിഷയത്തിലെ LDF തെറ്റിദ്ധരുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടിയത്. പിന്നീട് അദ്ദേഹം അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പിണറായി വിജയനുമായിട്ട് അദ്ദേഹം കടുത്ത നല്ല സൗഹൃദത്തിലാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വളരെ ഡീസൻ്റ് ആണെന്നാണ് പിന്നെ നമ്മുടെ സുകുമാരൻ നായർ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണം ഭംഗിയായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്ന സുകുമാരൻ നായർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പ്രതിഫലിക്കണമെന്നില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. NSS സാവധാനം LDFിൻ്റെ ഭാഗത്തേക്ക് ചായുകയാണ്. ഒപ്പം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു, 10 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ശബരിമല തിരിഞ്ഞുപോലും നോക്കാത്ത ആളുകളാണ് BJPക്കാർ. അവർക്ക് ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്. അപ്പം ഇത് ചിത്രം വളരെ വ്യക്തമാണ്. എന്തായാലും ചിത്രം വളരെ വ്യക്തമാണ്. സുകുമാരൻ നായർ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം, 2026 കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. അതുതന്നെയാണ്. ഇനിയും അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാനും പറ്റില്ല. പകരം രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലാണെങ്കിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ വി.ഡി. സതീശൻ്റെ നിലപാടുകളോട് യോജിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സുകുമാരൻ നായരുടെ പത്രസമ്മേളനത്തിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു കാര്യം. പക്ഷേ ഈ പത്രസമ്മേളനം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കാണുകയുണ്ടായി. സുകുമാരൻ നായർ അവസാനം കൊണ്ട് നിർത്തിയ ഒരു ഭാഗമുണ്ട്. സാധാരണ ഈ പത്രസമ്മേളനം തുടങ്ങും, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ പത്രസമ്മേളനം നിൽക്കും, എണീറ്റ് പോവുകയും ചെയ്യും. നേതാക്കന്മാരൊക്കെ വളരെ തിരക്ക് പിടിച്ച നേതാക്കന്മാരാണ്. അവർ പത്രസമ്മേളനത്തിന് മാറ്റിവെക്കുന്ന 10, 12, 15 മിനിറ്റായിരിക്കും, അതിക്കുള്ളൊന്നും മാറ്റിവെക്കില്ല. പക്ഷേ സുകുമാരൻ നായർ അവിടെ ഇരിക്കുക മാത്രമല്ല ചെയ്തത്, പത്രക്കാരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എന്തൊക്കെയോ പൊതുസമൂഹത്തോടെ പറയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ ഭാഗം അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇവിടുത്തെ ചില നവമാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന വിമർശനത്തിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്, അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നവമാധ്യമങ്ങൾ നടത്തുന്ന, ഓൺലൈൻ മീഡിയാസ് നടത്തുന്ന അതിരൂക്ഷമായ വിമർശനം സുകുമാരൻ നായരെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. നവമാധ്യമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ രാജാവ് നഗ്നനാണെന്ന് ആരും പറയാതിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നവമാധ്യമങ്ങളെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ അത് പറഞ്ഞാൽ രാജാവ് മാറുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മുഖ്യധാരാ പത്രങ്ങളിലെ, മുഖ്യധാരാ മാധ്യമങ്ങളിലെ പല പത്രപ്രവർത്തകരുടെയും ഭാര്യമാർക്ക് NSS ജോലി കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കിട്ടിക്കോട്ടെ, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ
വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പലർക്കും അത്യാവശ്യം ജോലിയും മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്ത് പ്രീണിപ്പിച്ച് ഒപ്പം നിർത്താൻ തന്ത്രപൂർവ്വം ശ്രീ സുകുമാരൻ നായർ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയില്ല. കാരണം എൻ.എസ്.എസിനെതിരല്ല, എൻ.എസ്.എസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ എന്തെങ്കിലും ഒരു പത്രവാർത്ത കൊടുത്താൽ ഒരു മാധ്യമത്തിലും കേരളത്തിൽ വരില്ല. അതിൻ്റെ കാരണം അദ്ദേഹം അവരെ കൈകാര്യം ചെയ്യുന്ന രീതി കൊണ്ടാണ്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രീ സുകുമാരൻ നായരെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സുകുമാരൻ നായരുടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹം എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാ സമുദായങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഗവൺമെൻറ്റുകളിൽ നിന്ന് പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ കൂടുതൽ സർഗാത്മകമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹം എല്ലാവരുടെയും സമദൂരം പ്രഖ്യാപിച്ച് ആരെയും പെരുന്നയിൽ കയറ്റാതെ അദ്ദേഹം തന്നെ ഒരു ഏകാധിപതിയായിട്ട് സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ച് വാഴുന്നത് ഈ സമുദായത്തിന് താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ വിശ്വാസവും നാളത്തെ വിശ്വാസവും അതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടാണ് വിയോജിപ്പുള്ളത്. അതുപോലെ തന്നെ എൻ.എസ്.എസ് നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെയുമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട മീഡിയകളൊക്കെ വിമർശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിഷയം അതല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തുന്ന വിമർശനങ്ങളിൽ അർത്ഥമുണ്ടോ, അതിൽ കഴമ്പുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ ശ്രീ സുകുമാരൻ നായർക്ക് കിട്ടുന്ന അവസരമാണിത്. അദ്ദേഹം അത് പരിശോധിക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക. അതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടെങ്കിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഈ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനെ വിനയാന്വിതനാക്കി മാറ്റിയത് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളുടെ നിലപാടിൽ വിനയാന്വിതനായി, സംസ്കൃതചിത്തനായി പത്രക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സുകുമാരൻ നായർ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായൊരു ബോധ്യം വന്നത്. എന്തായാലും ഇത് ഈ വിഷയവുമായി ബന്ധമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കോൺഗ്രസിനെയും BJPയെയും മാറ്റി നിർത്തി LDFിന് അനുകൂലമായ ഒരു ശരിദൂരം അദ്ദേഹം സ്വീകരിച്ചേക്കാം. സമദൂരത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും മാറ്റി നിർത്തുമ്പോൾ ശരിദൂരത്തിൽ LDFിനെ കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പലതുകൊണ്ടും അദ്ദേഹത്തിന് LDFിനെ പിന്താങ്ങിയേ മതിയാകൂ എന്ന വസ്തുത കൂടി ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നുമില്ല. എന്തായാലും ശരി, പിന്നീട് വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനമാണ് നമ്മൾ കണ്ടത്. വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനം അദ്ദേഹം AK ബാനിലാണ് തുടങ്ങുന്നത്. AK ബാനിൽ തുടങ്ങി ശ്രീ വെള്ളാപ്പള്ളിയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വി.ഡി. സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി മറ്റാരുടെയോ ഉപകരണമായി മാറുന്നു. ആരുടെ ഉപകരണമായിട്ട് മാറുന്നു? ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചത് ശ്രീ പിണറായി വിജയൻ്റെ ഉപകരണമായി വെള്ളാപ്പള്ളി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും വി.ഡി. സതീശൻ ഒരു കാര്യം വ്യക്തമാക്കി, വർഗീയതയോടെ ഒരു കാരണവശാലും സന്ധി ചെയ്യില്ല, മരണം വരെ വർഗീയതയ്ക്കെതിരെ ധീരമായി പോരാടും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തൊരു ഉറപ്പ്, പുറത്ത് വെട്ടേറ്റ് മരിക്കില്ല എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ അദ്ദേഹം നടത്തുന്ന ധർമ്മസമരത്തിൽ പിന്തിരിഞ്ഞോടി പുറത്ത് വെട്ടേറ്റ് അദ്ദേഹം മരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. പിന്നെ ഈ ചർച്ചയ്ക്കിടയിൽ എനിക്ക് പ്രത്യേകം കൗതുകകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ ചോദ്യങ്ങൾക്കിടയിൽ കൈരളിയുടെ ലേഖകൻ, കൈരളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് കൈരളിയുടെ ലേഖനാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് ബോധ്യമായത്. കൈരളിയുടെ ലേഖകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് 42 വർഷം CPM അല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ ചുമന്നത് എന്നാണ് ചോദിച്ചത്. അതിന് മറ്റു മറുപടിയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും ശരി, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 42 വർഷം CPM ചുമന്നു, ഇനി ബാക്കി വർഷം ഞങ്ങൾ അങ്ങോട്ട് ചുമന്നോളാം എന്നൊരു ഓഫറാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തന്ത്രപൂർവ്വം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. തുടർന്നും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുള്ള ബന്ധം തുടർന്ന് തന്നെ കൊണ്ടുപോകുന്നത് തന്നെയാണ് സതീശൻ്റെ പത്രസമ്മേളനത്തിൽ നിന്നും എനിക്ക് ബോധ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ അത് വി.ഡി. സതീശൻ അറിയാതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശബ്ദം ഒന്നാണ്. അത് എങ്ങനെ പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഒരു കോൺഗ്രസ് നേതാവും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ശബ്ദം ഒന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു ഭാഗമുണ്ട്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ലീഗും കോൺഗ്രസും എന്ന്. പ്രിയപ്പെട്ട വി.ഡി. സതീശ, അത് തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? താങ്കളെക്കുറിച്ച് പറഞ്ഞത് അത് തന്നെയാണല്ലോ. താങ്കൾ ലീഗിൻ്റെ ശബ്ദമായി മാറുന്നു എന്ന് താങ്കൾ തന്നെ
സമ്മതിച്ചുകൊണ്ടാണ് താങ്കളുടെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. താങ്കൾ എപ്പോഴെങ്കിലും ആ വീഡിയോ ക്ലിപ്പിംഗ് കാണാൻ കഴിയുമെങ്കിൽ ദയവായി അത് കാണുക. താങ്കൾ അടിവരയിട്ട് പറയുന്നുണ്ട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശബ്ദം ഒന്നാണ് എന്ന്. അതുകൊണ്ട് ഇത് പറഞ്ഞതാണ്. അത് ഓൺ റെക്കോർഡിലാണ്, റെക്കോർഡിൽ കിടക്കുകയാണ്. അത് താങ്കൾക്ക് തന്നെ പരിശോധിക്കാവുന്ന കാര്യമാണ്. എന്തായാലും ശരി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 3 പത്രസമ്മേളനങ്ങളിൽ എന്താണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, NSSൻ്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാർ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കടുത്ത എതിരാണ്. അതിശക്തമായ നിലപാടാണ് അവർ VD സതീശനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതയെ ഇല്ലാതാക്കുകയാണോ, അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതയെ വെട്ടിക്കുറയ്ക്കുകയാണോ, അതെനിക്കറിഞ്ഞുകൂടാ. എന്തായാലും VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ അവരൊറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ടാണ് കണ്ടത്. ഒപ്പം രണ്ടുപേരും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാരെ ശ്ലാഘിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 2 പേരുടെയും പത്രസമ്മേളനം, വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും പത്രസമ്മേളനം എനിക്ക് ബോധ്യമായത് രണ്ടുപേരും ഒരു പ്രോ LDF നിലപാടിലേക്ക് മാറിയിരിക്കുന്നു, LDFന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം ഞാൻ കണ്ടത്, NSS BJPക്കെതിരെ സംസാരിച്ചപ്പോൾ SNDP യോഗം BJPക്കെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല, നിശബ്ദത പാലിച്ചു. SNDP ലീഗിനെതിരെ പറഞ്ഞപ്പോൾ NSS ലീഗിനെതിരെ അർത്ഥഗർഭമായ മൗനം ദൃഷ്ടിക്കുകയും അദ്ദേഹം പിന്നെ ലീഗ് അല്ല ഐക്യം തകർത്തത്, ഹിന്ദു ഐക്യം തകർത്തത്, അല്ലെങ്കിൽ നായരീഴ ഐക്യം തകർത്തത്, അത് സംവരണ വിഷയം മാത്രമാണ് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം ചില കാര്യങ്ങൾ ഈ പത്രസമ്മേളനം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി, വർഗീയതയ്ക്കെതിരെ ധീരമായി പോരാടി എത്ര ദൂരം VD സതീശന് സഞ്ചരിക്കാൻ കഴിയും ഒരു ചോദ്യമാണ്. 2, കേരളത്തിൻ്റെ പൊതുസമൂഹം സങ്കല്പിക്കുന്നത് പോലെ ഒരു മതനിരപേക്ഷ സമൂഹമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് നിലനിൽക്കാൻ എത്ര കാലം കഴിയും, അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.